ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 16 മുതൽ 26 വരെ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദെന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയയേലിനെ ജനിപ്പിച്ചു. മെഹൂയയേൽ മെഥൂശയേലിനെ ജനിപ്പിച്ചു. മെഥൂശയേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവൻ്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കയീനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തൂബൽ കയീൻ്റെ പെങ്ങൾ നയമ. ലാമെക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായും ആയുള്ളോരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ലാമെക്കിൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരുവിൻ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമെക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് എനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജെനസിസ് ചാപ്റ്റർ 4 verses 16 to 26. Then Cain went out from the presence of the Lord and dwelt in the land of Nod on the east of Eden. And Cain knew his wife, and she conceived and bore Enoch. And he built a city, and called the name of the city after the name of his son Enoch. To Enoch was born Irad, and Irad begot Mehujael, and Mehujael begot Methushael, and Methushael begot Lamech. Then Lamech took for himself 2 wives. The name of one was Ada, and the name of the second was Zillah. And Ada bore Jabal. He was the father of those who dwell in tents and have livestock. His brother's name was Jubal. He was the father of all those who play the harp and flute. And as for Zillah, she also bore Tubal-Cain, an instructor of every craftsman in bronze and iron. And the sister of Tubal-Cain was Naamah. Then Lamech said to his wives, Ada and Zillah, hear my voice. Wives of Lamech, listen to my speech, for I have killed a man for wounding me, even a young man for hurting me. If Cain shall be avenged 7-fold, then Lamech 77-fold. And Adam knew his wife again, and she bore a son, and named him Seth. For God has appointed another seed for me instead of Abel, whom Cain killed. And as for Seth, to him also a son was born, and he named him Enosh. Then men began to call on the name of the Lord. May God bless us and our families. Amen.